എസ് സുരേഷിനോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. സുരേഷ്, ഇപ്പം താങ്കൾ പറഞ്ഞ പ്രതികരണം കണ്ടു. ഒന്ന്, പാർട്ടിയോട് 3 തവണയായി തിരികെ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ സമർപ്പിച്ചു, പാർട്ടി പരിഗണിച്ചില്ല എന്ന് വെച്ചാൽ മടങ്ങിപ്പോകാനുള്ള താങ്കളുടെ ആഗ്രഹത്തെ പാർട്ടി പൂർണ്ണമായും നിരാകരിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടിയെ കറക്റ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസത്തിന്റെ ഭാഗമായി പാലക്കാട് മത്സരിക്കാം എന്ന ഒരു മൂഡിലേക്ക് താങ്കൾ എത്തുകയാണോ? അല്ല, പാർട്ടിയെ കറക്റ്റ് ചെയ്യാൻ തക്ക വലിയ ആളല്ല ഞാൻ. ഒരു പാർട്ടി അനുഭാവിയായിട്ടുള്ള ഇടതുപക്ഷ അനുഭാവിയായിട്ട് ഒരാളാണ്. ഞാൻ അപ്പീൽ കൊടുത്തു എന്നുള്ള വാസ്തവമാണ്. 4 തവണ 3 തവണയല്ല 4 തവണ കൊടുത്തിരുന്നു. അതൊന്നും ഇതിന്റെ ഘടകമല്ല. ഞാൻ ഇടതുപക്ഷ മൂല്യങ്ങൾ കേരളത്തിൽ തകരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ അനുഭാവിയായിട്ട് ഞാൻ തുടരുകയാണ്. ഇനിയും അത് തുടരും. മറ്റൊരു പാർട്ടിയിലും ഞാൻ ചേരില്ല. ഓക്കെ, അപ്പൊ ഇടതുപക്ഷ മൂല്യങ്ങളുമായി തുടരുക, പാർട്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുക എന്നൊക്കെ വെച്ചാൽ കോൺഗ്രസിന്റെ പിന്തുണ വാങ്ങിച്ച് മത്സരിക്കാൻ പറ്റുമോ സുരേഷ്? അല്ല, ഇടതുപക്ഷ മൂല്യങ്ങൾ ഇപ്പൊ സച്ചിദാനന്ദ മാഷ് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സമൂഹത്തിൽ നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഉത്കണ്ഠപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് പാർട്ടി ഒരു തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടതുണ്ട്, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ടെന്നാണ് സച്ചിമാഷ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയെ ഒരു മത്സരത്തിൽ തോൽപ്പിക്കപ്പെടുകയാണ് വേണ്ടത്. അപ്പൊ പാർട്ടിയെ പ്രതിപക്ഷത്തിരുത്താനുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമാവുക എന്നാണോ പാർട്ടി നിലനിൽക്കാനുള്ള ആഗ്രഹം? ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എം.എൻ. വിജയൻ മാഷ് പറഞ്ഞ പോലെ ഇടതുപക്ഷ മൂല്യങ്ങൾ തകർന്നു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി ഉണ്ടാവും, ജനങ്ങൾ കൂടി ഉണ്ടാവില്ല എന്നൊരു വാക്ക് എം.എൻ. വിജയൻ മാഷ് പ്രവാചകതുല്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന സുരേഷ്, താങ്കൾ ഈ കാര്യത്തിൽ ഒരു ലെഫ്റ്റ് ആണല്ലോ, ലെഫ്റ്റ് പോസ്റ്റിൽ നിൽക്കുന്ന വി.എസ്. അച്യുതാനന്ദന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഓർമ്മ മലയാളിക്കുള്ള ആളാണ്. പക്ഷെ കോൺഗ്രസ്സുകാർ വന്ന് മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ താങ്കളൊരു ഒരു കൃത്യമായ വാക്ക് പറയുന്നില്ല. ഞാനൊരു ഉറപ്പ് മാർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുക വഴി താങ്കളുടെ ഇടതുപക്ഷ മൂല്യത്തിൽ എവിടെയോ ചില ചാഞ്ചല്യങ്ങൾ വന്ന പോലെ തോന്നുകയാണ്. അല്ല, അങ്ങനെ കരുതുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ എന്തായാലും എന്റെ നിലപാട് ഇതാണ്. ഇപ്പോ അവരെന്നോട് സംസാരിച്ചെന്നുള്ളത് വാസ്തവമാണ്. ഞാൻ അവർക്കൊരു മറുപടി കൊടുത്തിട്ടില്ല. ഒറ്റ കാര്യം കൂടി, എന്താ വെച്ചാൽ താങ്കൾ പാലക്കാട് കോൺഗ്രസ് പിന്തുണയോടെ UDF പിന്തുണയോടെ മത്സരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അവർ സംസാരിച്ചു, നേതാക്കൾ എന്നോട് സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. ഞാൻ അവർക്ക് ഒരു വ്യക്തമായ മറുപടി ഞാൻ കൊടുത്തിട്ടില്ല. ഇനിയും ഒരു പക്ഷേ ആ കാര്യത്തിൽ ചർച്ച ഉണ്ടാവാം, അറിയില്ല. അവര് ഇനിയും സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവർ പറഞ്ഞതിന് മറുപടി ഞാൻ എസും പറഞ്ഞിട്ടില്ല, നോവും പറഞ്ഞിട്ടില്ല. ഞാനില്ല എന്നൊരു ഒരു ഉറപ്പിച്ച മറുപടി ഒന്നും പറഞ്ഞല്ല അവരെ വിട്ടത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി ഞാൻ അവരോട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ 4 തവണ പാർട്ടിക്ക് അപ്പീൽ കൊടുത്ത് പരിഗണിച്ചില്ല, 10 വർഷമായിട്ട് പുറത്ത് നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും പാർട്ടിയോട് സ്നേഹവും അനുഭവവുമാണ്. പാർട്ടി താങ്കളെ വീണ്ടും മടക്കി വിളിക്കാൻ തീരുമാനിച്ചാൽ അത് താങ്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമായിരിക്കും. ഇപ്പോ അത് ഹൈപ്പോത്തിക്കലാണല്ലോ. അങ്ങനെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും അതിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പാർട്ടിയാണ് പറഞ്ഞത്. ഓക്കെ, അല്ല, പാർട്ടി ഈ സന്ദർഭത്തിൽ അങ്ങനെ തീരുമാനം എടുത്താൽ താങ്കളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം അതായിരിക്കും. അല്ല, അത് ഞാൻ ആ സമയത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ അതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. അതായത് UDFന്റെ ഭാഗമായി മത്സരിക്കില്ല എന്ന് പറയുന്നില്ല, ഒരു പക്ഷെ അത് സംഭവിച്ചേക്കാം. നിഷാദിനോട് സംസാരിച്ചതുപോലെ തന്നെയാണ് അവരോട് സംസാരിച്ചത്. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും അവരോട് സംസാരിച്ചിരുന്നു. അതിൽ ഞാനൊരു കൃത്യമായ വ്യക്തമായ മറുപടി ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അല്ല, ഓക്കെ, ഞാൻ അവരോട് സംസാരിക്കുന്ന വിട്ടേക്കൂ. ഞാൻ നിങ്ങളുടെ രഹസ്യമായിട്ടുള്ള സംഭാഷണമാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തോട് എസ് സുരേഷ് എന്ന് പറയുന്ന മാർക്സിസ്റ്റിന് വി.എസ്. അച്യുതാനന്ദന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്ക് ഈ കോൺഗ്രസ് മത്സരിക്കാൻ വിളിക്കുമ്പോൾ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കാനുള്ള ബാധ്യത ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, സമയമാകുമ്പോൾ ഞാനത് പറയാം. ശരി, സമയം ഉടനെ ആവും, ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു ശ്രീ സുരേഷ്. സുരേഷിനോട് കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് മത്സരിക്കൂ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ച ഇനിയും തുടർന്നേക്കാം, ഇനിയും സംസാരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സുരേഷ് പറഞ്ഞ കാര്യം, കോൺഗ്രസുമായിട്ടുള്ള ഡിസ്കഷൻസ് ഇനിയും തുടർന്നേക്കാം, ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ തീരുമാനം വേഗം പറയാനുള്ള പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ അതിന് ഡിമാൻഡ് ഇഷ്യൂസ് ആയിരിക്കാം. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, ഈ ചർച്ച എവിടെ എത്തിയിട്ടില്ല, എന്നാൽ സുരേഷ് താൻ പാർട്ടിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യത ഏതാണ്ട് തള്ളുകയാണ്. കാരണം അത് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിക്കാനുള്ള സാധ്യതയെ തള്ളാതെ സംസാരിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസും അദ്ദേഹവും തമ്മിൽ നടക്കുന്ന ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മത്സരിക്കണം, എങ്ങനെ ഈ UDF ബാന്ധവം ഉണ്ടാക്കണം എന്ന കാര്യത്തിലുള്ള ക്ലാരിറ്റി ഇഷ്യൂ ആയിരിക്കുമോ സാധ്യത ഉണ്ടാവുക?
തീർച്ചയായും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മത്സരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം കൃത്യമായി നിലപാട് ഒരു സംശയങ്ങൾക്ക് ഇടവരുത്താത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം താൻ ഇടതുപക്ഷ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, പാർട്ടിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇടതുപക്ഷ ആശയങ്ങൾ CPM-ൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന ഈ പല സാഹിത്യകാരന്മാരുടെയും വിമർശനങ്ങൾ അദ്ദേഹവും പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മലമ്പുഴയിൽ, പാലക്കാടല്ല, അദ്ദേഹം മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. ഈ VS അച്യുതാനന്ദൻ മത്സരിച്ച് പലതവണ വിജയിക്കുന്നു. അദ്ദേഹത്തിന്റെ PA ആയ A പ്രഭാകരനാണ് നിലവിലെ MLA. A പ്രഭാകരൻ തന്നെ CPM-ന്റെ ടിക്കറ്റിൽ വരികയാണെങ്കിൽ A പ്രഭാകരനും VS-ന്റെ PA ആയ സുരേഷും, രണ്ട് VS-ന്റെ PA-മാർ തമ്മിലുള്ള ഒരു പോരാട്ടമായി അത് മാറും. അത് VS-നെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുമായി അടുത്തിടപഴകുന്ന ആളുകൾ, അവിടെ ഉള്ള കർഷക തൊഴിലാളികളായ സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് VS എന്നത് വലിയൊരു വികാരമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ആ VS-നൊപ്പം VS-ന് ഈ ഹാരങ്ങൾ അർപ്പിക്കാൻ വന്ന ആളുകൾ, VS-നെ കാണാൻ വന്ന ആളുകൾ, അങ്ങനെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന, VS-നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തെ വോട്ട് ചെയ്യുന്ന പല ആളുകളുമുണ്ട്. അത്തരം ആളുകളുടെ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിലാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇപ്പോഴും ഈ മുണ്ടൂർ കേന്ദ്രീകരിച്ച്, മലമ്പുഴ മണ്ഡലത്തിലെ മുണ്ടൂർ കേന്ദ്രീകരിച്ച്, അകത്തെ തറ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ CPM-നകത്ത് വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ട്. അങ്ങനെ ആ വിഭാഗീയ പ്രശ്നങ്ങൾ ഉള്ള ആളുകളെ കൂടി അവർ ഒരുപക്ഷെ പരസ്യമായി പാർട്ടി വിട്ട് വന്നില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് വലിയ മുന്നേറ്റത്തിന് സാധ്യതയുണ്ടെന്ന് അവർ കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ കുറച്ചു കാലമായി മലമ്പുഴ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ് നിൽക്കുന്നത്. ആ 3-ാം സ്ഥാനം എന്നുള്ളത് മാറ്റി അവിടെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ A വിജയരാഘവനും VK ശ്രീകണ്ഠനും 6000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ 3-ാം സ്ഥാനത്തേക്ക് BJP-യെ പിന്തള്ളി 2-ാം സ്ഥാനത്തെത്താൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ അങ്ങനെ ഒരു UDF-ന്റെ വലിയ ഓളമുണ്ടാകുകയും VS എന്ന ഒരു വികാരം പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ചെറിയൊരു വോട്ടിന് ഈ വിജയിച്ച് കയറാം എന്നൊരു കണക്ക് കൂട്ടലാണ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾക്കുള്ളത്. A സുരേഷ് വഴി അത് സാധ്യമാകുമോ എന്നാണ് കാണേണ്ടത്. അതിനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹം ഈ തീരുമാനം എടുത്തിട്ടില്ലെന്ന് പറയുമ്പോഴും താൻ ഇടതുപക്ഷക്കാരനായി നിൽക്കും, കോൺഗ്രസിന്റെ ടിക്കറ്റിൽ താൻ മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ആലോചിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതിലേക്ക് പോകാനാണ് സാധ്യത നമ്മൾ കാണുന്നത്. സുരേഷ്, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന് അവിടെ വളരെ മറ്റു ഓപ്ഷൻസ് പൊടുന്നതിനെ ഉണ്ടോ സാധ്യത? മറ്റ് അവിടെ പ്രാദേശിക നേതാക്കൾ ആണ് ഈ മത്സരത്തിന് തയ്യാറാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ വിനോദ് ചെറാട്, അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭയിലെ മുൻ കൗൺസിലർ അടക്കമുള്ള ആളുകളാണ് ഈ മത്സരത്തിന് ഈ സാധ്യത കാണുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച് 3-ാം സ്ഥാനത്തേക്ക് പോയ അനന്തകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ ഒരു സാധ്യതയാണ് ഉള്ളത്. പക്ഷേ അങ്ങനെ A സുരേഷ് വരികയാണെങ്കിൽ പിന്നീട് മറ്റൊരു അവകാശവാദത്തിന് ഉണ്ടാവില്ല. നമ്മൾ ഈ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള ചില ആളുകളുമായി രാവിലെ സംസാരിച്ചിരുന്നു. A സുരേഷ് വരികയാണെങ്കിൽ അത് മലമ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ ഒരു ഓളം ഉണ്ടാക്കുമെന്ന് അത്തരം ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് A സുരേഷ് വരാനുള്ള ഒരു സാധ്യത, അത് പക്ഷേ സ്വതന്ത്ര ചിഹ്നത്തിൽ അദ്ദേഹം മത്സരിക്കും. അദ്ദേഹം പാർട്ടിയിൽ ചേരില്ല, കോൺഗ്രസിൽ ചേരില്ല എന്ന് അദ്ദേഹം സംശയങ്ങൾക്ക് ഇടയില്ലാതെ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം മലമ്പുഴയിൽ നിന്ന് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നിന്ന് A സുരേഷ് ഒരു പക്ഷേ UDF സ്ഥാനാർത്ഥിയായി, UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചേക്കും പാലക്കാട് നിന്നാണ്.